മിശിഹായിലേറെ സ്നേഹം നിറഞ്ഞവരെ, പള്ളിയൂദാശകാലത്തിൻ്റെ ആദ്യ ഞായറാഴ്ചയാണ് ഇന്ന്. മത്തായിയുടെ സുവിശേഷം 16 അധ്യായം 13 മുതലുള്ള തിരുവചന ഭാഗങ്ങൾ. കെസരിയ ഫിലിപ്പി പ്രദേശത്തു കൂടി കടന്നു പോകുന്ന സമയത്ത് ഈശോ തൻ്റെ ശിഷ്യരോട് ചോദിക്കുകയാണ്, ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? കെസരിയ ഫിലിപ്പി പ്രദേശം എന്ന് പറയുമ്പോൾ തന്നെ ഒത്തിരി വിഗ്രഹാരാധകരും ആരാധനാലയങ്ങളുമുള്ള സ്ഥലങ്ങളാണ്. അതിൻ്റെ മധ്യേ നിന്നുകൊണ്ടാണ് ഈശോ ഈ ചോദ്യം ചോദിക്കുന്നത് എന്നുള്ളതിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കി വേണം ഈ വചനം തിരിച്ചറിയാൻ. അതിന് ഉത്തരമായിട്ട് ഈശോയുടെ ശിഷ്യന്മാർ പറയുന്നത്, ചിലർ സ്നാപകയോഹന്നാനാണെന്ന് പറയുന്നു, മറ്റു ചിലർ ജെറമിയയാണെന്ന് പറയുന്നു, വേറെ ചിലർ ഏലിയയാണെന്ന് പറയുന്നു. എന്നാൽ ഈശോ വീണ്ടും വളരെ വ്യക്തമായിട്ട് തൻ്റെ ശിഷ്യരോട് ചോദിക്കുകയാണ്, ഞാൻ ആരെന്നാണ് നിങ്ങൾ അറിയുന്നത്? ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? അതിന് മറുപടിയായിട്ട് ശിമിയോൻ പത്രോസ് പറയുന്നത്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ്. ഇത്രയും കാലത്തെ ജീവിതാനുഭവത്തിൽ നിന്ന് ഞാൻ എന്താണ് നിന്നെക്കുറിച്ച് മനസ്സിലാക്കുന്നത് എന്നുള്ളത് ശിമിയോൻ പറഞ്ഞു വയ്ക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയയുമായി നടന്ന സെമി ഫൈനൽ മത്സരത്തിൽ വനിതകളുടെ ലോകകപ്പിൽ ഇന്ത്യയുടെ അഭിമാനമായി മാറിയ ജെമീമ റോഡ്രിഗസ് പറഞ്ഞത് നമ്മളെല്ലാവരും ശ്രദ്ധയിൽപ്പെട്ടിരിക്കുമല്ലോ. ആ വാക്കുകളിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. To India's Jemima Rodrigues, 127 not out of 134 balls as she takes India to the World Cup final. Jemmy, it's the stuff of dreams. I can imagine there's a lot of emotion in you right now. What are your first thoughts? Firstly, I want to thank Jesus because I couldn't do this on my own. I know He carried me through today. I want to thank my mom, my dad, my coach, and every single person who just believed in me throughout this time. It was really hard these last whole month, but it just feels like a dream and it's not sunk in yet. Take your time, Jemmy. We'll get through this. പ്ലെയർ ഓഫ് ദ മാച്ച് അവാർഡ് മേടിക്കുന്ന സമയത്താണ് ജമീമ ഇത്തരത്തിൽ ഒരു പ്രതികരണം നടത്തുന്നത്. ഹൃദയത്തിൽ നിന്ന് അവൾ പറയുന്നത്, ഈശോയിലാണ് ഞാൻ നന്ദി ആദ്യം പറയുന്നത്. അതിനുശേഷമാണ് മാതാപിതാക്കളും കോച്ചും അടങ്ങുന്ന വലിയ നിര. നമ്മുടെ ജീവിതത്തിലൊക്കെ ഈശോയെ ഒന്ന് കണ്ടെത്തുന്ന മനുഷ്യന് മാത്രമേ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ പറ്റുള്ളൂ. വ്യക്തിപരമായിട്ട് എന്നെ നോക്കി ഈശോ ചോദിക്കുകയാണ്, ഞാൻ ആരെന്നാണ് നീ പറയുന്നത്? ഞാൻ ആരെന്നാണ് നീ പറയുന്നത്? ഈ ഒരു ചോദ്യം നമ്മുടെ ഹൃദയത്തിലുണ്ടാകട്ടെ. അതിനൊരു ഉത്തരം കൊടുക്കുവാനും ഒരു ഉത്തരം കണ്ടെത്തുവാനും സാധിക്കണമെങ്കിൽ വ്യക്തിപരമായി ഈശോയെ അറിയുമ്പോൾ മാത്രമാണ്. അത് ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായിരിക്കുകയും ചെയ്യും. വ്യത്യസ്തമായി ഈശോയെ മനസ്സിലാക്കുകയും വ്യക്തിപരമായ ബന്ധത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾക്കും അനുസരിച്ച് ഈശോ നമുക്കും വ്യക്തിപരമായി മാറും. ഈശോ തൻ്റെ ശിഷ്യരെ നോക്കി ചോദിക്കുന്ന ചോദ്യമാണിത്, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ഉത്തരം പോസിറ്റീവാണെങ്കിലും നെഗറ്റീവാണെങ്കിലും സ്വീകരിക്കുവാനായിട്ടുള്ള ഒരു മനസ്സോടുകൂടി തന്നെയാണ് കർത്താവ് ഇത് ചോദിക്കുന്നത്. നമ്മുടെ കുടുംബജീവിതത്തിൽ ഒരപ്പനെക്കുറിച്ചുള്ള ചിന്ത, ഒരു ചിത്രം അതൊരു മകൻ്റെ മനസ്സിലുണ്ടാകും. അതിനിണങ്ങുന്നതാണോ ഞാൻ എന്ന ചോദ്യം, അത് ഈ ചോദ്യത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഞാൻ ആരെന്നാണ് നീ പറയുന്നത് എന്ന് തൻ്റെ മകനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്തായിരിക്കും? എനിക്ക് ആവശ്യത്തിനുള്ള പണം തരുന്ന വ്യക്തിയോ, അല്ലെങ്കിൽ എന്നെ പരിപാലിക്കുന്ന വ്യക്തിയെന്നോ? ഇങ്ങനെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കാത്ത ചില ഉത്തരങ്ങളാണെങ്കിൽ നമ്മൾ തോറ്റുപോകില്ലേ? ഭാര്യയെക്കുറിച്ച്, ഭർത്താവിനെക്കുറിച്ച് അപ്പോഴൊക്കെ ചോദിക്കുന്ന അതേ ചോദ്യം നമുക്ക് എന്തായിരിക്കും ഉത്തരം നൽകുക? പരസ്പരം മനസ്സിലാക്കാനും അറിയുവാനും തിരുത്തുവാനുമുള്ള ഒരവസരമാണ് ഈ ചോദ്യം. അത് വ്യക്തിപരമായിട്ട് നമ്മുടെ ജീവിതത്തിലും അനുഗ്രഹമായിട്ട് മാറട്ടെ. കർത്താവ് നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രണ്ട് ചിന്തകൾ മനസ്സിൽ സൂക്ഷിക്കാം. ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ഈശോ തൻ്റെ ശിഷ്യരെ നോക്കി ചോദിച്ച ചോദ്യം എന്നോട് ചോദിക്കുന്നുണ്ട്. ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന് സഹജീവികളായിട്ട് ഒരു കുടുംബത്തിൻ്റെ ഒരു കൂരയ്ക്ക് കീഴിൽ താമസിക്കുന്ന നമുക്ക് പരസ്പരം ചോദിക്കാം. ഹൃദയത്തിലെങ്കിലും ഒരു ഉത്തരം കണ്ടെത്താൻ സാധിക്കട്ടെ. നമ്മുടെ ജീവിതം ധന്യമാകട്ടെ. മുന്നോട്ടുള്ള യാത്രയിൽ ദൈവാനുഗ്രഹങ്ങൾ നിറയട്ടെ.